the most exciting part of this event. Yes, the inauguration session. And for that, may I invite our chief guest of this evening, Mr. V.D. Sadeshan, the leader of Opposition Kerala. Shall we all put our hands together and welcome sir? ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്നേഹിതൻ ശ്രീ റോഷൻ, ശ്രീ മുജീബ് റഹ്മാൻ, ശ്രീ പ്രമോദ് രാമൻ, ശ്രീ സലീം അമ്പലക്കാട്, ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ വൺ ചാനൽ അധ്യക്ഷനോട് സൂചിപ്പിച്ചതുപോലെ വ്യത്യസ്തതയുള്ള മൗലികതയുള്ള ഒരു ചാനലാണ്. നിർഭയമായി കാര്യങ്ങൾ പറയാനും അത് പരമാവധി സത്യസന്ധമാകാനും ശ്രമിക്കുന്നൊരു ചാനലാണ്. നിർഭയമായി പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് വെല്ലുവിളികളെ നേരിടേണ്ട ഒരു കാലമാണ്. ആ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് തന്നെയാണ് മീഡിയ വൺ മുന്നോട്ട് പോകുന്നത്. അതവർക്ക് ജനാധിപത്യ കേരളത്തിൻ്റെ മുഴുവൻ പിന്തുണയും അതിനുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് മീഡിയ വണ്ണിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രവാസികളായ അറിയപ്പെടുന്ന വ്യവസായ രംഗത്തും മറ്റും പ്രവർത്തിക്കുന്നവർ ആദരിക്കപ്പെടുന്നൊരു ചടങ്ങ് കൂടിയാണിത്. പ്രവാസികൾ സാധാരണ നാട്ടിൽ ആദരിക്കപ്പെടാറില്ല, വിദേശത്ത് വെച്ചാണ് ആദരിക്കപ്പെടാറ്. അതിൽ നിന്ന് വ്യത്യസ്തമായി നാട്ടിൽ അവരെ പരിചയപ്പെടുത്താനും ഇതാണ് അവർ പ്രവർത്തിക്കുന്ന രംഗം എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താനും ഈ ചടങ്ങ് കൊണ്ട് കഴിയും എന്ന് ഞാൻ കരുതുകയാണ്. നമ്മുടെ നാടിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നിർണായകമായ സംഭാവനകൾ ചെയ്യുന്നവർ, പ്രത്യേകിച്ച് നമ്മുടെ മിഡിൽ ഈസ്റ്റിലുള്ള വ്യവസായികളും ബിസിനസ്സുകാരും എല്ലാമാണ്. അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ കൂടുതൽ പഠിച്ചത്, ഇപ്പോൾ നമ്മൾ ബ്രെയിൻ ഡ്രെയിനിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു കാലമാണ്. പണ്ട് ഗൾഫിലേക്ക് ആളുകൾ പോകുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വിഷമം ഉണ്ടാവില്ല. ഗൾഫിലേക്ക് പോയാൽ അവർ ഇടയ്ക്കിടയ്ക്ക് വരും, അവർ ഇടയ്ക്കിടയ്ക്ക് പണം അയക്കും, നാട്ടിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യും, ഒക്കെയുള്ള സമാധാനമുണ്ട്. ഇപ്പം നമ്മൾ സ്റ്റേറ്റിൻ്റെ ഇക്കോണമിയെക്കുറിച്ച് നമ്മൾ വ്യാകുലപ്പെടുമ്പോൾ ബ്രെയിൻ ഡ്രെയിൻ നമുക്കുണ്ടാക്കുന്ന പ്രശ്നം എന്താണ്? ആളുകൾ പോകുന്നത് UK-യിലേക്കാണ്, ജർമ്മനിയിലാണ്, ഓസ്ട്രേലിയയാണ്, കാനഡയാണ്. പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്നൊരു 35-40 ലക്ഷം രൂപ വീട് പണയപ്പെടുത്തിയോ വീട് വിറ്റിട്ടാണോ പോകുന്നത്. അവിടെ ചെന്ന് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഉടനെ ചെയ്യുന്നത് അവിടെ ഒരു വീട് വാങ്ങിക്കില്ല. ആ വീട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ലൈഫ് ലോങ് അവർ ഡെറ്റ് ട്രാപ്പിലാണ്. മാത്രമല്ല അവിടുത്തെ സോഷ്യൽ സെക്യൂരിറ്റി സംവിധാനങ്ങളൊക്കെ കുറേ കൂടുതലായതുകൊണ്ട് അവരവിടെ തന്നെ അങ്ങ് സെറ്റിൽ ചെയ്യുകയാണ്. ഇങ്ങോട്ട് ഒരു രൂപ അയക്കില്ല എന്ന് മാത്രമല്ല, ഇവിടെയുള്ള മാതാപിതാക്കളെ കൂടി അങ്ങോട്ട് കൊണ്ടുപോയി ഇത് വിറ്റിട്ട്. അപ്പോൾ ഈ പണം ഇവിടുന്ന് സൈഫൺ ചെയ്ത് പോവുകയാണ്. അപ്പോഴാണ് ഞാൻ മിഡിൽ ഈസ്റ്റിലേക്ക് പോയ നമ്മുടെ ആളുകളുടെ പ്രത്യേകതയെക്കുറിച്ച് ഞാൻ കൂടുതൽ ആലോചിക്കാൻ തുടങ്ങിയത്. അവരെല്ലാവരും നാട്ടിലേക്ക് പണം അയക്കുന്നവരാണ്, നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ്, നാട്ടിലേക്ക് സ്ഥിരമായി വരുന്നവരാണ്. അവിടെ ഇരുന്നുകൊണ്ട് ഇപ്പോൾ ഞാൻ MLA ആയിരിക്കുമ്പോൾ TV ചാനലിലൊക്കെ ഒരു ചർച്ച കഴിഞ്ഞാൽ ആദ്യത്തെ വിളി വരുന്നത് എനിക്ക് ഗൾഫിൽ നിന്നാണ്. കാരണം പിന്നെ പല വിവരങ്ങളും നമ്മൾ നാട്ടിൽ സഞ്ചരിക്കുമ്പോൾ ഇപ്പോഴും അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. കാരണം അവർ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുകയാണ്, വണ്ടിയിൽ പോകുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഒക്കെ കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ നാട്ടിൽ നടക്കുന്ന എല്ലാ സ്പന്ദനങ്ങളെയും ഏറ്റവും നന്നായി തിരിച്ചറിയുന്നവരാണ് പ്രവാസികളായിട്ടുള്ള ആളുകൾ. മിഡിൽ ഈസ്റ്റിലെ പ്രവാസികൾ എന്ന് ഞാൻ ഇനി എപ്പോഴും എടുത്തെടുത്ത് പറയും. പണ്ട് പ്രവാസികളെ ഒരുമിച്ചാണ് പറഞ്ഞത്, മിഡിൽ ഈസ്റ്റിലെ പ്രവാസികളെ പ്രത്യേകമായി പരാമർശിക്കപ്പെടണം. ഞാൻ നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുന്നു. മീഡിയ വണ്ണിൻ്റെ ഈ അവാർഡ് വാങ്ങിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ, ഒരുപാട് മുന്നോട്ട് പോകാനുള്ള പ്രചോദനമാകട്ടെ. ശരിക്കും ഞാൻ പറയും, എല്ലാ അവാർഡുകളും നമ്മുടെ ചുമലുകൾക്ക് ഭാരം വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. കാരണം നിങ്ങളെക്കുറിച്ചുള്ള പ്രതീക്ഷകളാണ് മീഡിയ വൺ നിങ്ങൾക്ക് ഈ അവാർഡ് നൽകാൻ കാര്യം. അപ്പോൾ ഇനി പുറകിലേക്ക് തിരിഞ്ഞു നോക്കാൻ പാടില്ല, ഇനി മുകളിലേക്ക് നോക്കി പോകണം. അതോടൊപ്പം ഒരുപാട് ആളുകളെ സഹായിക്കാനൊക്കെ കഴിയുന്ന ഒരു പുതിയ ലീഡർഷിപ്പാണ് ഏറ്റവും പ്രധാനം. രാഷ്ട്രീയ നേതാക്കന്മാരും മാത്രമല്ല ലീഡേഴ്സ് എല്ലാ രംഗത്തും നിങ്ങളെല്ലാവരും ലീഡേഴ്സാണ്. ആ ലീഡേഴ്സ് എല്ലാ വിനയത്തോടും കൂടി ഒരു ടീം വർക്കായി ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്ത് ഒരുപാട് ആളുകളെ പ്രൊവൈഡ് ചെയ്ത് ഒരുപാട് ആളുകളെ സഹായിച്ച് ഇൻക്ലൂസീവായി എല്ലാവരെയും ചേർത്ത് നിർത്തി ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റോടുകൂടി പ്രവർത്തിച്ച് ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇവിടുത്തെ സബ്ജക്റ്റാണ് ന്യൂ തിങ്സ് ഇൻ ദ ഫ്യൂച്ചർ എന്നാണ് പറയുന്നത്.
ഭാവിയിലേക്കുള്ള പുതിയ കാര്യങ്ങൾ. എപ്പോഴും ഭാവിയെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടത്. ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്ന ഒരാളാണ്. ഞാൻ 2 കാര്യം ചിന്തിക്കില്ലായിരുന്നു. ഒന്ന്, എനിക്ക് ഹിസ്റ്ററി ഇഷ്ടമല്ലായിരുന്നു. ഞാനെപ്പോഴും പറയും, ഈ പ്ലാസി യുദ്ധം നടന്നത് ഈ വർഷമാണ്, പാനിപ്പട്ട് യുദ്ധം നടന്നത് ഈ വർഷമാണെന്ന് സ്കൂളിൽ കാണാതെ പഠിക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനെ പഠിക്കുന്നത് എന്ന് ഞാൻ ഓർത്തിട്ടുണ്ട്. ഞാൻ പിന്നീട് ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി ആദ്യമായി വായിച്ചപ്പോഴാണ് ചരിത്രം എന്നത് വലിയ പ്രത്യേകതയുള്ള ഒന്നാണ്. ഗതകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കി ഗതകാലത്തെക്കുറിച്ചുള്ള അറിവോടുകൂടി വേണം പുതിയ കാലത്തേക്ക് നമ്മൾ നോക്കിക്കാണാൻ. പുതിയ കാലം നോക്കിക്കാണുമ്പോൾ ഈ ഗതകാലത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ്, ഈ പാസ്റ്റിനെ കുറിച്ചുള്ള നമ്മുടെ അറിവാണ് നമുക്ക് ഫ്യൂച്ചറിനെക്കുറിച്ച് ചിന്തിക്കാൻ, പുതിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ള നമ്മുടെ ഏറ്റവും വലിയ അടിത്തറയായി, ബേസായി മാറുന്നത് എന്നാണ് യാഥാർത്ഥ്യം. പിന്നീട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒരു മെൻറ്റർ എന്ന് വിശേഷിപ്പിക്കാവുന്ന എൻ്റെ ഒരു സ്നേഹിതൻ്റെ പിതാവ് ശ്രീ PV തമ്പി, അദ്ദേഹം എനിക്കൊരു പുസ്തകം തന്നു. ഞാൻ ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ്. അത് ആൽവിൻ ടോഫ്ലറുടെ, നവാസിനെ അറിയാം അദ്ദേഹത്തെ, ആൽവിൻ ടോഫ്ലറുടെ ഒരു പുസ്തകമാണ്, ഫ്യൂച്ചർ ഷോക്ക് എന്ന് പറയുന്നൊരു പുസ്തകമാണ്. ആ പുസ്തകമാണ് ഫ്യൂച്ചറിനെ കുറിച്ച് നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. നമുക്ക് ഭാവിയെക്കുറിച്ച് ഉള്ള നമ്മുടെ ഒരു വിഷൻ, സാധാരണ പറയുന്നൊരു വാക്കാണ്, ക്ലീഷേ വന്നൊരു വാക്കാണ് വിഷൻ എന്ന് പറയുന്നത്, ഭാവിയെക്കുറിച്ചുള്ള ഇതാണ്. ഇത് ഇപ്പോൾ പ്രൊജക്ഷനാണ്. ഇപ്പം നമ്മൾ ഏത് രംഗത്ത് പ്രവർത്തിക്കുകയാണെങ്കിലും, ഇപ്പോൾ കേരളത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അടുത്ത 5 കൊല്ലം കഴിഞ്ഞാലുള്ള കേരളം എന്താകണം, 5 കൊല്ലത്തെ പേഴ്സ്പെക്റ്റീവ് എന്തായിരിക്കും, 10 കൊല്ലം കഴിഞ്ഞാലുള്ള കേരളം എന്താകണം, അത് മാത്രം പോരാ, 2050 കേരളം എന്താകണം എന്ന്, ഒരു 1/4 നൂറ്റാണ്ട് കഴിഞ്ഞാലുള്ള കേരളം എന്താകണം എന്ന് തീരുമാനിച്ചുകൊണ്ട് അതിന് പ്രൊപ്പോഷണലായിട്ടുള്ള തയ്യാറെടുപ്പും മുന്നൊരുക്കവുമാണ് ആ 2050 നമ്മുടെ ഇതിലേക്ക് ചെല്ലാൻ. ഞാൻ പറയും, ഒരു കുടുംബശ്രീ യൂണിറ്റിലാണെങ്കിൽ പോലും ഈ വർഷം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഒരു 25 to 50% ഇമ്പ്രൂവ്മെൻറ്റ് അടുത്ത വർഷത്തേക്കുണ്ടാകണം. അപ്പോൾ അത് അടുത്ത വർഷത്തേക്കുള്ള കാൽക്കുലേഷനാണ്. 5 കൊല്ലങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിലൊക്കെ ഇത് പ്രധാനമാണ്. എല്ലാത്തിലും നാടിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ബിസിനസ്സിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, സമസ്ത രംഗങ്ങൾ, നമ്മുടെ ആരോഗ്യരംഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, നമ്മുടെ എക്കോണമിയെക്കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ ഈ ഒരു ചിന്ത വേണം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ കരുതുന്നു, ഒരു പ്രൊഫഷണലിസം വളരെ ഇമ്പോർട്ടൻ്റാണ്. ഒരു പ്രൊഫഷണൽ അപ്രോച്ച്, ഒരു സമഗ്രമായ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടിലൂടെ നിന്നാൽ മാത്രമേ ഓരോ രംഗത്തും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. ഞാൻ പണ്ട് കളിയാക്കി പറയും, മലയാളികളുടെ ഈ ഒരു പ്രൊഫഷണലിസം ഇല്ലായ്മ ഇപ്പോൾ മാറി വരുന്നുണ്ട്. അതിന് പറഞ്ഞിരുന്നത്, ഞാൻ കുറേ കോളേജിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കോളേജിൽ ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങളുടെ സീനിയേഴ്സ് പറഞ്ഞു, നമ്മുടെ എക്കണോമിക് പ്രൊഫസറിന് ഒരു ഇരട്ട പേരിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ UN എക്സ്പേർട്ട് എന്നാണ്. നമ്മുടെ അത് നല്ല പേരല്ലേ, UN എക്സ്പേർട്ട് എന്നൊരു പ്രൊഫസർ, എക്കണോമിക് പ്രൊഫസറെ വിളിക്കുന്നത്. അത് നിങ്ങൾക്ക് ക്ലാസ്സിൽ ചെല്ലുമ്പോൾ മനസ്സിലാവുമെന്ന് പറഞ്ഞു സീനിയേഴ്സ്. അപ്പോൾ സംഭവം, ഇദ്ദേഹം ക്ലാസ് എടുക്കാൻ വന്നു. ആദ്യത്തെ ക്ലാസ് എടുക്കാൻ വന്നപ്പോൾ ആരെയും പരിചയപ്പെട്ടില്ല. അദ്ദേഹം ആരോട് സംസാരിച്ചില്ല, സ്വയം പരിചയപ്പെടുത്തിയില്ല. ക്ലാസ് അങ്ങ് എടുക്കാൻ തുടങ്ങി, നോട്ട് വായിക്കാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും എഴുതിയെടുക്കണമല്ലോ. അപ്പോൾ ഞാൻ ആ നോട്ടിലേക്ക് നോക്കി. ആ നോട്ടിനെക്കുറിച്ച് പിന്നീട് അന്വേഷിച്ചു. ആ നോട്ട് 32 വർഷം മുമ്പ് അദ്ദേഹം ജൂനിയർ ലെക്ചറായിട്ട് ജോയിൻ ചെയ്ത സമയത്ത്, ഒരാൾ റിട്ടയർ ചെയ്യുമ്പോഴുള്ള വേക്കൻസിയിലാണല്ലോ, ആ റിട്ടയർ ചെയ്ത അധ്യാപകൻ അദ്ദേഹം പഠിപ്പിച്ചിരുന്ന നോട്ട് ഇദ്ദേഹത്തിന് കൈമാറിയതാണ്. അതിതുവരെ വേറൊരു പുസ്തകത്തിലേക്ക് മാറ്റി എഴുതിയിട്ടില്ല. അതൊരു ആർക്കൈവ്സിൽ വെക്കേണ്ട ഒരു വസ്തു പോലെ കയ്യിൽ നിൽക്കുകയാണ്. ചില സ്ഥലത്ത് സെല്ലോ ടൈപ്പൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ 32 കൊല്ലമായിട്ട് ഇദ്ദേഹം ഈ നോട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 32 കൊല്ലത്തിനിടയിൽ ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക്, രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണ്ടായ മാറ്റങ്ങളൊന്നും ഈ നോട്ട് അറിഞ്ഞിട്ടില്ല. ഇനി മറ്റേ അധ്യാപകൻ എത്ര വർഷം മുമ്പ് പഠിപ്പിച്ചാണെന്ന് പോലും നമുക്ക് പിടിയില്ല. അപ്പോൾ 32 കൊല്ലം തൊട്ട് 50 കൊല്ലം വരെ പ്രതീക്ഷിക്കാവുന്ന ചരിത്രമുള്ളൊരു നോട്ടാണ്. അതാണ് പഠിക്കുന്നത്. അപ്പോൾ ക്ലാസ് എടുക്കാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കണം. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഒരു കൊട്ടേഷനാണ്, അക്കോർഡിംഗ് ടു എ UN എക്സ്പേർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കൊട്ടേഷൻ തുടങ്ങുകയാണ്. അതാണ് ഈ UN എക്സ്പേർട്ട് എന്ന് ഇരട്ടപ്പേരുടെ കാര്യം. അപ്പോൾ 32 കൊല്ലമായിട്ട് UN എക്സ്പേർട്ടിൻ്റെ കൊട്ടേഷൻ പറഞ്ഞുകൊണ്ടാണ് ഈ ക്ലാസ് ആരംഭിക്കുന്നത്. അപ്പോൾ ഒന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, ഒരു അപ്ഡേഷനും ഇല്ല. സംഭവം പഴയ സാധനം തന്നെ അതേപോലെ ഒരു മാറ്റവും ഇല്ലാതെ തുടരുകയാണ്. ഇതുപോലെ തന്നെ ഞാനൊരു 7-8 വർഷക്കാലം മുമ്പ് മദ്രാസ് IITയിലെ ഒരു സിവിൽ എൻജിനീയറിങ്ങിൻ്റെ പ്രൊഫസറെ, അദ്ദേഹത്തെ കാണാനിടയായി. അപ്പോൾ എൻ്റെ കയ്യിലൊരു ഫയലുണ്ട്. ഞങ്ങളൊരു പാലം പണി തുടങ്ങാൻ പോവാണ്. 11.5 കോടി രൂപയാണ് പാലത്തിന്. ഞാനപ്പോൾ വലിയ ഗമയിൽ
എൻ്റെ നിയോജകമണ്ഡലത്തിൽ ഞാൻ MLA ഇരിക്കുമ്പോഴാണ് തുടങ്ങാൻ പോവുകയാണെന്ന്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നോക്കി, എന്നിട്ട് എന്നോട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങളുടെ സ്റ്റേറ്റ് ഇത്ര റിച്ച് ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, വലിയ ബുദ്ധിമുട്ടാണ് പൈസയൊക്കെ കിട്ടാൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ഔട്ട്ഡേറ്റഡ് ടെക്നോളജിയാണ്. ഈ ടെക്നോളജി ഔട്ട്ഡേറ്റഡ് ആയിട്ട് ഒരു 10 കൊല്ലമെങ്കിലായി. നിങ്ങൾക്ക് ഇതിൽ പണിയാൻ ഇതേ പാലം ഇതിനെ രണ്ട് സ്ഥലങ്ങളെ കണക്ട് ചെയ്യുന്നുള്ള പാലം ഇപ്പോഴത്തെ ഒരു റേറ്റിൽ 5.5 കോടി രൂപയ്ക്ക് നിങ്ങൾക്ക് പണിയാൻ പറ്റും. ഇതിൻ്റെ പകുതി പൈസയ്ക്ക് പണിയാൻ പറ്റും എന്ന് പറഞ്ഞ് അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പം ഞാനോർത്ത് നമ്മുടെ PWD എഞ്ചിനീയർമാരെ കുറ്റപ്പെടുത്തണ്ട. നമ്മുടെ PWD എഞ്ചിനീയർമാരെ ഒരു പഠിച്ച കാലത്തുള്ള സാധനമാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അവരുടെ ഈ പുതിയ ടെക്നോളജി വന്നത് അവർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഒരു ഇൻ സർവീസ് കോഴ്സ് ഇല്ല, ഒരു റീഓറിയൻറ്റേഷൻ പരിപാടിയില്ല. ഇതിനേക്കാൾ രസമായിട്ടുള്ളൊരു സംഭവമുണ്ട്. ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ ഡോക്ടറുടെ വീടിന് പുറത്ത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി കൊടുത്ത ബോർഡുണ്ടാവും. ഇതെല്ലാവരെയും ഈ എഞ്ചിനീയർമാർ അധ്യാപകരൊക്കെ പൊതുവായി പറഞ്ഞത് ഇതൊക്കെ മറികടക്കുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഇതൊന്നും അല്ലാത്ത അധ്യാപകരുണ്ട്, ഇതൊന്നും അല്ലാത്ത ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്. ഇവരെല്ലാവരും എല്ലാ പ്രൊഫഷൻസിനെയും വന്ന് കളിയാക്കി പോയെന്ന് പറയരുത്, തെറ്റിദ്ധരിക്കരുത്. ഇപ്പോഴത്തെ കാലത്ത് സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ ഡോക്ടർമാരെ അവമാനിച്ചു പ്രതിപക്ഷ നേതാവ്, മീഡിയ വണി തന്നെ വാർത്ത വരും. അപ്പം നമ്മൾ പുറത്തിരിക്കും, അല്ലേ? ഡോക്ടറെ കാണാൻ വേണ്ടി പുറത്തിരിക്കും, ലോകത്ത് എവിടെ പോയാലും. അപ്പോൾ ഇഷ്ടംപോലെ മാഗസിൻസൊക്കെ കാണും, ഇഷ്ടംപോലെ വീക്കിലി മറ്റൊക്കെ കാണും. അപ്പോൾ അതിൽ നിങ്ങൾ നോക്കിക്കോ, മിക്കവാറും ഡോക്ടർമാരുടെ മുറിക്ക് പുറത്ത് റാപ്പ് പൊട്ടിക്കാത്ത ചില സാധനങ്ങൾ കാണും. പൊട്ടിച്ചിട്ടുണ്ടാവില്ല. എന്തായിരിക്കും എന്നറിയാം? മെഡിക്കൽ ജേർണൽസ് ആയിരിക്കും. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ഓസ്ട്രേലിയയിൽ, ലണ്ടനിൽ അല്ലെങ്കിൽ ന്യൂയോർക്കിലൊക്കെ നടക്കുന്ന റിസർച്ച് ഉണ്ട്, R&D അടക്കമാണ്. ആ റിസർച്ചിലൂടെ പുറത്തു വരുന്ന വിവരങ്ങൾ മെഡിക്കൽ ജേർണൽസിലൂടെ അറിയിക്കും. ഇദ്ദേഹം ഇപ്പോഴും MBBS പാസ്സായപ്പോൾ അന്ന് പഠിച്ച മരുന്ന് നമുക്ക് എഴുതി തന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മരുന്ന് കഴിച്ചാൽ നിൻ്റെ ലിവർ അടിച്ചു പോകുന്നതാണ് ഈ ജേർണലിൽ പറയുന്നത്. പക്ഷേ ഇത് വായിച്ചാലല്ലേ, ഇത് റാപ്പ് പൊട്ടിച്ച് വായിച്ചാലല്ലേ ഡോക്ടർ നമ്മുടെ ലിവർ അടിച്ചു പോകുന്ന മരുന്നാണ് ഇപ്പോഴും കൊടുക്കുന്നതെന്ന് അറിയുള്ളൂ. ഈ പ്രൊഫഷണലിസത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എല്ലാ രംഗത്തുണ്ട്. ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് ക്യൂരിയോസിറ്റിയാണ്, അല്ലേ? ക്യൂരിയോസിറ്റിയാണ്. മാറ്റങ്ങൾ എന്താണ്, മാറ്റങ്ങൾ ഉണ്ടാകുന്നത് എന്നിങ്ങനെ ശ്രദ്ധയോടുകൂടി, അതാണ് ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ചിന്ത. നമ്മുടെ ഹരാരയുടെ അതിമനോഹരമായൊരു പുസ്തകമുണ്ട്, ഹോമോസേപ്പിയൻസ് കഴിഞ്ഞെഴുതിയൊരു ഹോമോ ഡ്യൂവോസ് എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. അതിലൊരു കാര്യം ഞാൻ പറയാം. അതിൽ ഈ മെഡിക്കൽ സയൻസിനെ കുറിച്ച് പറയുന്നുണ്ട്, ഭയങ്കര രസകരമാണ്. അദ്ദേഹം ചോദിക്കുന്നത്, കഴിഞ്ഞ നൂറ്റാണ്ടിൽ നിങ്ങളുടെ ആയുസ് എത്രയായിരുന്നു? മനുഷ്യൻ്റെ ആയുസ് 40 വയസ്സായിരുന്നു, അല്ലേ? ശരാശരി ആയുസ്. ഈ നൂറ്റാണ്ടിൽ മനുഷ്യൻ്റെ ആയുസ് എത്രയായി? 78, 80 ആയി. എന്നുവെച്ചാൽ ഇരട്ടിയായി. എന്തുകൊണ്ടാണ്? മെഡിക്കൽ സയൻസിൻ്റെ വളർച്ച. അപ്പോൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഒരാൾ മരിച്ചു, എന്തു പറ്റി? നെഞ്ചുവേദന വന്ന് മരിച്ചു, അല്ലേ? ഇപ്പം നെഞ്ചുവേദന വന്നാൽ ECG എടുക്കാം, ട്രെഡ്മില്ലിൽ ഓടിക്കാം, ആൻജിയോഗ്രാം ചെയ്യാം, ആൻജിയോപ്ലാസ്റ്റി ചെയ്യാം, ബൈപ്പാസ് സർജറി ചെയ്യാം, 4ാമത്തെ ദിവസം എണീറ്റ് കൂളായിട്ട് ജോലിക്ക് പോവാം, അല്ലേ? പറ്റും. അപ്പോൾ ആ മാറ്റം മെഡിക്കൽ സയൻസിലുണ്ടായി. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന പ്രസക്തമായ ചോദ്യം, അങ്ങനെയാണെങ്കിൽ അടുത്ത നൂറ്റാണ്ടിൽ എത്രയായിരിക്കും മനുഷ്യൻ്റെ ആയുസ് എന്ന് ചോദിക്കാം. ഇപ്പം തന്നെ ഈ 80-നേക്കാൾ കൂടുതലുണ്ട്. ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ളത് ജപ്പാനിലെ സ്ത്രീകൾക്കാണ്, 87.4 ആണ്. സെക്കൻഡ് സ്പാനിഷ് ആളുകൾക്കാണ്, തേർഡ് ഫ്രഞ്ചുകാർക്കാണ്. നമ്മുടെയൊക്കെ ആവറേജ് 78, 80 ആണ് ആവറേജ്. അപ്പോൾ അടുത്ത നൂറ്റാണ്ടിൽ എത്രയായിരിക്കും? ഇതിപ്പോൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ നിന്ന് ഈ നൂറ്റാണ്ടിൽ ഇരട്ടിയായി. അടുത്ത നൂറ്റാണ്ടിൽ മനുഷ്യൻ്റെ ആയുസ് എത്രയായിരിക്കും? അദ്ദേഹം പറയുന്നത് 160 വയസ്സ് മുതൽ 180 വയസ്സ് വരെ ആയിരിക്കും എന്നാണ്. അപ്പോൾ അടുത്ത നൂറ്റാണ്ടിൽ ജനിച്ചാൽ മതിയെന്ന് നമ്മൾ ആലോചിച്ചു, അല്ലേ? അപ്പോൾ പറയുന്നത് എന്താ? മെഡിക്കൽ സയൻസിലുണ്ടാകുന്ന വളർച്ചയുടെ പ്രൊജക്ഷനാണ്. ലോകത്തെ എല്ലായിടത്തും ഈ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടെ ഇരിക്കുമ്പോഴും മില്യൺസ് ഓഫ് ഡോളർ ചിലവാക്കിക്കൊണ്ടുള്ള റിസർച്ച് നടക്കുകയാണ് ലോകത്തെല്ലായിടത്തും. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ ഒരു അസുഖം വന്നാൽ നമ്മൾ പെട്ടുപോകും. എന്താണെന്നറിയാം? ഇപ്പോൾ ഒരു അസുഖം വന്നാൽ അത് പറയും ബെസ്റ്റ് ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളെ കാണുന്നവരല്ല, സ്നേഹത്തിലാണ് ഒരു 10 ഡോക്ടർമാരുടെ പേര് പറയും. പിന്നെ ഒരാൾ പറയും ഇത് അലോപ്പതി, ഇത് നല്ലതല്ല, ഇത് ആയുർവേദമാണ് ബെസ്റ്റ്. അപ്പോൾ വേറൊരാൾ പറയും ഹോമിയോപ്പതി ഗംഭീരമാണ്. അപ്പോൾ ഒരാൾ പറയും യുനാനിയാണ് ഇതിന് പറ്റി നല്ലത്. പിന്നെ ഒരാളോട് വയനാടിലൊരു ഗംഭീര ഒറ്റമൂലുണ്ട്, അവിടെ പോയി പിടിച്ചാൽ മതി. ഏത് ചികിത്സാ രീതി സ്വീകരിക്കണം എന്നുള്ള ആദ്യം കൊണ്ട് മനുഷ്യൻ മരിച്ചു പോകും അസുഖം വന്ന്. പിന്നെ ഒരു ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ പറയും ഇമ്മീഡിയറ്റായിട്ട് സർജറി വേണം.
അപ്പോൾ ആരെങ്കിലും പറയും നമുക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുത്താലോ. അപ്പോൾ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്ന ആൾ പറയും ഒരു സർജറിയുടെ ആവശ്യമില്ല. അപ്പോൾ ഞങ്ങൾ പണ്ട് ഈ മെഡിക്കൽ രംഗത്തുള്ള അഴിമതിയെക്കുറിച്ചും മരുന്നിൻ്റെ അഴിമതിയെക്കുറിച്ചും ഞാൻ പണ്ട് അസംബ്ലിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പഠിച്ചപ്പോൾ പറഞ്ഞു സ്റ്റെൻറ്റ് ഇടുന്നതിന്. സ്റ്റെൻറ്റ് ഇടുമ്പോൾ ചില ഡോക്ടർമാർക്ക് 40,000 രൂപ കമ്മീഷൻ കിട്ടും ഒരു സ്റ്റെൻറ്റ് ഇട്ടാൽ. അപ്പോൾ 1.60. അപ്പോൾ ഒരാഴ്ച ഒരു 10 പേരുടെ സ്റ്റെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു 40,000 രൂപ 4 ലക്ഷം രൂപ കിട്ടും. അപ്പോൾ എല്ലാവരും അല്ല, ചിലരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റെൻറ്റ് കമ്പനിയിൽ നിന്ന് കിട്ടുന്ന പാവപ്പെട്ടവർ വരുമ്പോൾ അവർക്ക് കൊടുക്കും. ഇവർ അതിൻ്റെ കാശ് മേടിക്കില്ല, പാവപ്പെട്ടവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും. എനിക്കറിയാം ഡോക്ടർമാരങ്ങനെ, നമ്മൾ അങ്ങനെയുള്ളവരെ കുറിച്ച് നമ്മൾ പറയാതെ പോകരുത്. അപ്പോൾ ഏതൊരു മിമിക്രിയിൽ പറഞ്ഞ മാതിരിയാണ്. മിമിക്രി ചോദിക്കും കണ്ണിൽ കരട് പോയി, ഡോക്ടറെ കാണാൻ ചെന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കണ്ണിന് ഒരു ഓപ്പറേഷൻ വേണം. അപ്പോൾ കണ്ണിന് ഓപ്പറേഷൻ, കരട് പോയാൽ ഒരു ഓപ്പറേഷൻ വേണം, 10,000 രൂപയുടെ ആവശ്യമുണ്ട്. കണ്ണിൽ കരട് പോയ എന്തിനാണ് ഓപ്പറേഷൻ? അല്ലെ, ഡോക്ടർക്ക് ഒരു 10,000 രൂപയുടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് കണ്ണിൽ കരട് വരുന്ന മിമിക്രി പറയണ പോലെ സ്റ്റെൻറ്റ് ഇടേണ്ടത് ഡോക്ടർ ആവശ്യം, സ്റ്റെൻറ്റ് ഇട്ടേ പറ്റുള്ളൂ. എന്നിട്ടൊരു വർത്തമാനം പറയും, എന്താ അറിയോ? അപ്പോൾ അത് പറയും ഞാൻ വീട്ടിൽ പോയി ഒന്ന് ആലോചിച്ചിട്ട്, അത് നിങ്ങളുടെ റിസ്ക്കാണ്. വീട്ടിൽ അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ പോയി ഒന്ന് ആലോചിച്ച് കാശൊക്കെ സംഘടിപ്പിച്ച് ഭാര്യയോടും മക്കളോടൊക്കെ പറഞ്ഞിട്ട് വരണ്ടേ. അപ്പോൾ ഒറ്റ അടിയാണ്, നിങ്ങളുടെ റിസ്ക്കാണ് ഇത് വീട്ടിൽ പോയി ഇത് ആലോചിക്കുന്നത്. അപ്പം തന്നെ ഇവർ അവിടെ ഇരുന്ന് ഫോൺ വിളിച്ച് വീട്ടുകാരെയൊക്കെ വരുത്തിയിട്ട് ഇന്ന് രാത്രി തന്നെ സ്റ്റെൻറ്റ് ഇടും അല്ലേ. ഇനി ഹരാരെ പറയുന്നത് ഇതൊന്നുമല്ല, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിങ്ങൾ രോഗമായിട്ട് ചെല്ലുമ്പോൾ തന്നെ നിങ്ങളെ കാർ സ്കാൻ ചെയ്യില്ലേ ഇപ്പോൾ ഇത് ചിലതിൽ, അതുപോലെ നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് സ്കാൻ ചെയ്യും. എന്നിട്ട് നിങ്ങളുടെ ഡയഗ്നോസിസാണുള്ള ഏറ്റവും വലിയ പ്രശ്നം. പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യും നിങ്ങളുടെ അസുഖം. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? നിങ്ങൾക്ക് മെഡിസിൻ പ്രിസ്ക്രിപ്ഷനാണ് അല്ലേ. അപ്പോൾ 10 മരുന്നെടുക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞത് ലിവർ അടിച്ചു പോകുന്ന, കിഡ്നി അടിച്ചു പോകുന്ന സാധനമൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ അനാറ്റമി നോക്കിയിട്ട് പറയും നിങ്ങൾക്ക് ബെസ്റ്റ് ഈ മരുന്ന് കഴിച്ചോ, ഒരു കുഴപ്പമില്ല, മരുന്ന് കഴിച്ച് അസുഖം മാറും. ഇനി പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും നാനോ ടെക്നോളജിയും കൂടി മെർജ് ചെയ്ത് നാനോ റോബോട്ട് ഉണ്ടാക്കും. ചിലപ്പോൾ കാണാൻ പറ്റില്ല. അവർ നമ്മുടെ വെയിനിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യും. ഇത് കുട്ടികളിങ്ങനെ വീഡിയോ ഗെയിം കളിക്കുന്നത് പോലെ ഇത് നമ്മുടെ വെയിനിലൂടെ ഇങ്ങനെ പോകും. നേരെ പോയി കംപ്ലീറ്റ് ബ്ലോക്കൊക്കെ മാറ്റും. ഒരു ആൻജിയോപ്ലാസ്റ്റിയും വേണ്ട, ഒരു ബൈപ്പാസ് സർജറിയും വേണ്ട, ഇവൻ തന്നെ പോയി ബ്ലോക്ക് മാറ്റും. ക്യാൻസർ സെല്ലുകൾ ഉണ്ടെങ്കിൽ ശരീരത്തിലെ ക്യാൻസർ സെല്ലുകൾ കംപ്ലീറ്റ് റിമൂവ് ചെയ്യും. ഫ്യൂച്ചറാണത്, കംപ്ലീറ്റ് റിമൂവ് ചെയ്യും. റേഡിയേഷൻ വേണ്ട, കീമോതെറാപ്പി വേണ്ട, മുടി ഒഴിവില്ല, ഛർദിലില്ല, ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല. പിന്നെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താണ്? നമ്മുടെ ഏജിങ് പ്രോസസ്സ് റിവേഴ്സ് ചെയ്യും. എൻ്റെ പോലെ മുടി കൊഴിയില്ല, തൊലി ചുളുങ്ങില്ല, വയസ്സാവില്ല. പ്രമോദരാമനെ കണ്ട 125 വയസ്സ് കണ്ടാൽ ഇതുപോലെ തന്നെ സുന്ദരനായിട്ടിരിക്കും. ഒരു വ്യത്യാസം ഉണ്ടാവില്ല, ഒരു മാറ്റം ഉണ്ടാവില്ല. ഏജിങ് പ്രോസസ്സിനെ തിരിച്ചു കൊണ്ടുവരും. 125 വയസ്സിൽ 25 വയസ്സുകാരനെ പോലെ തോന്നിക്കുമെന്നാണ്. അന്ന് ജനിച്ചാൽ മതിയായിരുന്നു ശരിക്കും, അടുത്ത നൂറ്റാണ്ടിൽ ശരിക്കും. ഇതാണ് ഫ്യൂച്ചറിനെ. പിന്നെ പറയുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഫോറിൻ എലമെൻറ്റ്സ് വരും. ജനിക്കുമ്പോൾ ഇല്ലാത്ത സാധനങ്ങൾ ഇപ്പം തന്നെ ഇല്ലേ. കണ്ണിൽ നമ്മൾ കാറ്ററാക്ട് ചെയ്ത മറ്റേ ലെൻസ് വയ്ക്കും അല്ലേ, പേസ് മേക്കർ വയ്ക്കും, സ്റ്റെൻറ്റ് ഇടും, കൈയും കാലും ഒടിഞ്ഞാൽ റോഡ് ഇടും. ഇപ്പം തന്നെ ഉണ്ട് ഒരുപാട് പേരുടെ ശരീരത്തിൽ ഫോറിൻ എലമെൻറ്റ്സ്. ഇനി പറയണത് ഹാർട്ട് പോയാൽ വേറെ ആളുടെ ഹാർട്ട് വേണ്ട, ആർട്ടിഫിഷ്യൽ ഹാർട്ട്, ആർട്ടിഫിഷ്യൽ ലിവർ, ആർട്ടിഫിഷ്യൽ കിഡ്നി, ഇതെല്ലാം ഓക്കെ. അപ്പോൾ ആർട്ടിഫിഷ്യൽ ലിവറിൻ്റെയൊക്കെ റിസർച്ച് കഴിഞ്ഞു. ഓൾറെഡി ക്ലിനിക്കൽ എക്സ്പെരിമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 2-3-4 വർഷത്തിനകം ആർട്ടിഫിഷ്യൽ ലിവർ വരാൻ പോവാം. ഇതെല്ലാം ആദ്യം. അപ്പോൾ 125 വയസ്സാകുമ്പോൾ ചിലപ്പോൾ ജനിച്ചപ്പോൾ ഒന്നും ബോഡിയിലുണ്ടാവില്ല. മനുഷ്യൻ അസുഖം കൊണ്ട് മരിക്കില്ല, അല്ലാതെ മരിക്കും. നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് മരിക്കും, നമ്മൾ കൊല്ലും, വെടിവെച്ച് കൊല്ലും, യുദ്ധം നടത്തി കൊല്ലും ആളുകളെ അല്ലേ, തീവ്രവാദ ആക്രമണം നടത്തി കൊല്ലും, ബോംബിട്ട് കൊല്ലും, ഇതൊക്കെ നടക്കും. അങ്ങനെ ആളുകൾ മരിക്കും, അസുഖം കൊണ്ട് മരിക്കില്ല. അത് മനുഷ്യൻ അനശ്വരനാണെന്നല്ല പറയുന്നത്. അനശ്വരനാണെന്നുള്ളതിൻ്റെ വാക്ക് ഇമ്മോർട്ടൽ എന്നാണ്. ഇത് ഉപയോഗിക്കുന്ന വാക്ക് അമോർട്ടൽ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ ഒരൊറ്റ ഫീൽഡിലെ കാര്യം പറഞ്ഞതാണ്. ഭാവിയിൽ നടക്കാൻ പോകുന്നതിൻ്റെ ഒരു പ്രൊജക്ഷനാണ്. ആ പ്രൊജക്ഷനെ ദീർഘവീക്ഷണം ചെയ്തുകൊണ്ടുള്ള റിസർച്ച് നമ്മുടെ ലോകത്ത് നടക്കുകയാണ്. അടുത്ത നൂറ്റാണ്ടിലേക്കുള്ള സംഭവങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുക. അപ്പോൾ എല്ലാ ഫീൽഡിലും ഇതുണ്ടാവണം. ഇപ്പോൾ ഇക്കോണമിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇക്കോണമി എന്തായിരിക്കണം, ഇക്കോണമി കാഴ്ചപ്പാട് എന്തായിരിക്കണം? ഇപ്പോൾ
ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചുകൊണ്ടുവരുന്ന വളരെ അപകടകരമായൊരു ഘട്ടത്തിലേക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ഇക്കോണമി പോകുന്നു. അങ്ങനെയാണോ വേണ്ടത്? 70 കോടി വരുന്ന ഇന്ത്യക്കാരുടെ സ്വത്ത് അതിന് തുല്യമാണ് 21 ധനികരുടെ സ്വത്തിൻ്റെയും. 70 കോടി ആളുകളുടെ സ്വത്തിന് തുല്യമാണ് 21 കോടി ആളുകളുടെ സ്വത്ത്. അപ്പോൾ ഭയങ്കര ഡിഫറൻസ് വർദ്ധിച്ചു വരുന്നു. ആളുകൾ പണം ഉണ്ടാക്കുന്ന ബിസിനസ് ചെയ്ത് പണം ഉണ്ടാക്കുന്നതൊന്നും തെറ്റില്ല. പക്ഷേ അവിടെ എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നുണ്ടോ? കുറേ ആളുകൾ ഇൻക്ലൂസീവ് ആണോ എന്നതാണ് പ്രശ്നം. അപ്പോൾ ഇക്കോണമിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, ഹെൽത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, നമ്മുടെ സ്ഥിതി എന്താ? ഇപ്പോൾ ഈ കോവിഡ് വന്നതിന് ശേഷം ഞാനിപ്പോഴും പറയുന്നു, ആധികാരികമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നു, ഈ കോവിഡിന് ശേഷമുള്ള പോസ്റ്റ് കോവിഡ് ഇഫക്റ്റ് അതോ ഈ വാക്സിൻ്റെ ഇഫക്റ്റാണോ എന്ന് എനിക്കറിയില്ല. ദുരന്തപൂർണമാണ് നമ്മുടെ നാട്ടിൽ. ഇഷ്ടംപോലെ സ്ട്രോക്ക്, ഇഷ്ടംപോലെ കാർഡിയാക് കംപ്ലയിൻസ്, ആളുകൾ തളർന്നു വീഴുന്നു, മരിക്കുന്നു. ഇഷ്ടംപോലെ ആളുകൾ, ചെറുപ്പക്കാരുൾപ്പെടെയുള്ള ആളുകൾ മരിക്കുന്നു. എന്ത് സ്റ്റഡിയാണ് നടക്കുന്നത് നമ്മുടെ നാട്ടിൽ? എന്ത് ഹെൽത്ത് ഡാറ്റയാണ് നമ്മുടെ കയ്യിലുള്ളത്? നമ്മൾ ഒരു പാൻഡമിക് സിറ്റുവേഷൻ വന്നാൽ അവിടെ നിന്ന് നമ്മൾ പഠിക്കേണ്ടതെന്നാണ്, അവിടെ നിന്നുള്ള കംപ്ലീറ്റ് ഏത് ഏജ് ഗ്രൂപ്പിനാണ് ഇത് ബാധിച്ചിരിക്കുന്നത്, ഏത് അസുഖമുള്ളവരെയാണ് ഇത് ബാധിച്ചിരിക്കുന്നത്, ഏതെങ്കിലും അസുഖമുള്ള ആളുകളെ ഇത് അഗ്രവേറ്റ് ചെയ്യാനാണോ ഈ വൈറസ് നടന്നിരിക്കുന്നത്? അല്ലാതെ സാധാരണ ഒരു കുഴപ്പമില്ലാത്ത ഒരാൾക്ക് ഇത് വന്നിട്ടുണ്ടോ? മെയിലിനെയാണോ ബാധിച്ചിരിക്കുന്നത്, ഫീമെയിലിനെയാണോ ബാധിച്ചിരിക്കുന്നത്? ജോഗ്രഫിക്കൽ ഏരിയ വെച്ചുകൊണ്ടുള്ള എന്തെങ്കിലും ഡിഫറൻസസ് ഉണ്ടോ? ഇങ്ങനൊരു 10-15 ക്വസ്റ്റനെയർ വെച്ചിട്ടുള്ളൊരു സ്റ്റഡി നടത്തി അതിൻ്റെ ഹെൽത്ത് ഡാറ്റ കയ്യിൽ വെക്കണ്ടേ? ആ ഹെൽത്ത് ഡാറ്റയാണ് ഇനിയൊരു പാൻഡമിക് സിറ്റുവേഷൻ വന്നാൽ നമ്മുടെ ആയുധം, അതിനെ നേരിടാനുള്ള നമ്മുടെ ആയുധം അല്ലേ? അപ്പോൾ പഠനമാണ്, നിരന്തരമായ പഠനവും അന്വേഷണമാണ്, ഇൻ സെർച്ച് ഓഫ് നോളജ്. അത് തന്നെയാണ് ഫ്യൂച്ചറിനെ ക്രമപ്പെടുത്തുന്നത്. നമ്മൾ ആ അറിവ് തേടിയുള്ള നമ്മുടെ നിരന്തരമായ അന്വേഷണം, ഞാൻ നേരത്തെ ഒരു വാക്ക് പറഞ്ഞു, ക്യൂരിയോസിറ്റി, ആ ജിജ്ഞാസ, അറിവ് തേടിയുള്ള അന്വേഷണം എവിടെയെല്ലാമാണ് എന്നുള്ള നമ്മുടെ അന്വേഷണമാണ്. പിന്നെ നമ്മുടെ കാഴ്ചപ്പാട്, നമ്മുടെ സമീപനം, നമ്മൾ എല്ലാവരെയും ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരു മനസ്സ് നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്നത്. അത് ലീഡേഴ്സിനാണ് അത് വേണ്ടത്. അത് പൊളിറ്റിക്കൽ ലീഡേഴ്സിനും സമസ്ത മേഖലകളിൽ ലീഡർഷിപ്പ് കൊടുക്കുന്ന എല്ലാ ആളുകൾക്കും അവർക്ക് വേണ്ടത് എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന, എല്ലാവരെയും ചേർത്ത് നിർത്താൻ കഴിയുന്ന, എല്ലാവരോടും ഞാൻ പണ്ട് വിചാരിച്ചിരുന്ന രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാനൊരു തീരുമാനം എടുക്കും, അതാണ് ഇരുമ്പൊലക്കാണെന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ നമ്മൾ 5 പേരുമായി സംസാരിക്കുമ്പോൾ ആ ബാക്കി 5 പേരും നമ്മളോട് പറയുന്നത് ഇതിൻ്റെ തെറ്റായ വശങ്ങൾ പല ആംഗിളിൽ നിന്ന് ഇത് കാണുമ്പോൾ, പണ്ടാണെങ്കിൽ ഞാൻ സമ്മതിക്കില്ല, ഇപ്പോൾ ഞാൻ ആ ഇരുമ്പോലൊക്കെ എടുത്ത് അങ്ങനെ തന്നെ മാറ്റിവെക്കും, വേറെ എല്ലാവരും കൂടി ചേർന്നൊരു തീരുമാനമെടുക്കും. ഇപ്പോൾ ഞാൻ സമീപകാലത്തൊരു 4-5 കാര്യങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ കൂടിയാലോചനകളിലൂടെ തീരുമാനം എടുത്തിട്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് നോക്കി. ഞാൻ അഭിമാനമെന്ന് പറയട്ടെ, 100% വിജയമായിരുന്നു അത്. മറ്റേ ഞാൻ ഇരുമ്പോലൊക്കെ വെച്ച് ചെയ്തപ്പോൾ അതിന് ഒരുപാട് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായി. അപ്പം നിരന്തരമായ കൺസൾട്ടേഷനുകൾ, ഒരുപാട് വ്യത്യസ്തമായ ആംഗിളിൽ നിന്ന് സംസാരിക്കുന്നവരെ ഒരുമിച്ചിരുത്തി, നിങ്ങളൊരു ടീം, നിങ്ങളുടെ ഡയറക്ടർ ബോർഡ് ഡിസ്കസ് ചെയ്യുക അല്ലേ, നിങ്ങളുടെ പാർട്ട്നേഴ്സ് തമ്മിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്യുക, നിങ്ങളുടെ സബോർഡിനേറ്റ്സിനെ നിങ്ങൾ ചേർത്ത് പിടിക്കുക. നമ്മളൊരു വലിയ അപ്രീഷിയേറ്റീവ് മൈൻഡ് സെറ്റ്, ഒരാളൊരു നല്ല കാര്യം ചെയ്താൽ തോളിൽ തട്ടി അഭിനന്ദിക്കുക, അയാളോട് നമ്മുടെ ഒരു സബോർഡിനേറ്റ് നല്ലൊരു കാര്യം ചെയ്താൽ പെട്ടെന്ന് അഭിനന്ദിക്കുക. ഞാൻ നല്ല ഒരു പ്രസംഗം എൻ്റെ CLPയിൽ ഞങ്ങളുടെ UDFിലെ ഒരാൾ നിയമസഭയിൽ നടത്തിയാൽ ഞാൻ അയാളെ സീറ്റിൽ പോയി അഭിനന്ദിക്കും. സാധാരണ പ്രതിപക്ഷ നേതാക്കന്മാർ സീറ്റിൽ പോവില്ല, പക്ഷേ ഒരു പാർലമെൻ്ററി പ്രാക്ടീസ് എന്ന് പറയുന്നത് നന്നായി സംസാരിക്കുന്ന ഒരാളെ സീറ്റിൽ പോയി അഭിനന്ദിക്കുക എന്നാണ്. ഞാൻ സീറ്റിൽ പോയി അഭിനന്ദിക്കുക. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു നമുക്കുണ്ടാവണം, നമുക്കൊരു അപ്രീഷിയേറ്റീവ് മൈൻഡ് സെറ്റ് നമുക്കുണ്ടാകണം. നമ്മളുണ്ടായാൽ അപ്പോഴാണ് ടീം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഞാൻ പറയുന്ന എല്ലാ അത്ഭുതങ്ങളും ഉണ്ടാകാൻ പോകുന്നത് ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അവിടുത്തെ ഒരു സെലക്ഷൻ പ്രോസസ്സിൽ നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. ആരെങ്കിലുമൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ ടീമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പൊട്ടൻഷ്യലായിട്ടുള്ള ആളുകളെ നമ്മൾ ഏറ്റവും മനോഹരമായി പ്രയോജനപ്പെടുത്തി കറക്റ്റായി അവരെ ഫീൽഡ് ചെയ്യിപ്പിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയാൽ എല്ലാ രംഗത്തും നാടിൻ്റെ ഭാവിയിലും നിങ്ങളുടെ വളർച്ച നാടിൻ്റെ വളർച്ച കൂടിയായി മാറും. ആ വളർച്ചയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഞാൻ ഒരുപാട് സംസാരിക്കുന്നതിൽ ഒരു ഇംപ്രോപ്രൈറ്റി ഉണ്ട്, അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്.
ഇതാകണം നമ്മുടെ ചിന്ത, ഇതാകണം നമ്മുടെ ചിന്ത. അതാവുമ്പോൾ നമുക്ക് ഒരുപാട് വിജയങ്ങൾ കൈവരിക്കാൻ നമുക്ക് കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും എനിക്ക് തോന്നുന്നില്ല. അതിന് കഴിയുന്ന ലീഡർഷിപ്പിനെ എല്ലാ സ്ഥലത്തും വാർത്തെടുക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് അംഗീകാരം കൊടുക്കുകയും അവർക്ക് അതിനുള്ള ഒരു ഭൗതിക പശ്ചാത്തലം, ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുക, നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഭരണാധികാരികൾക്ക് ഇതിൽ റോളില്ലെന്ന് വെച്ചാൽ ഭരണാധികാരികൾക്ക് ഒരുപാട് റോളുണ്ട്. അവരങ്ങനെ ചിന്തിച്ചാൽ മാത്രമാണ് അതിന് സമാനമായി അവരുടെ കൂടെയുള്ള ബ്യൂറോക്രസി എല്ലാവരും ചിന്തിക്കുകയുള്ളൂ. എല്ലാത്തിനും നമുക്ക് മാറ്റം വരുത്താൻ പറ്റും, എല്ലാത്തിനും നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. ഞാനൊരു പുസ്തകം എഴുതാൻ ആലോചിക്കുന്നുണ്ട്, ഇതുവരെ എഴുതിയിട്ടില്ല. അതായത് ഞാൻ ആദ്യമായി MLA ആയപ്പോൾ ഞാൻ എൻ്റെ പ്രയോറിറ്റി ഫിക്സ് ചെയ്തു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുടിവെള്ള ക്ഷാമമുള്ള നിയോജകമണ്ഡലമായിരുന്നു എൻ്റേത്. ഞാൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകുമ്പോൾ വെട്ടിയിട്ട തെങ്ങിൻ്റെ കടയിൽ മഴ പെയ്തപ്പോൾ വെള്ളം നിറഞ്ഞു നിൽക്കുന്നത് ഒരു ഗ്ലാസ്സിൽ കോരിയെടുത്തൊരു തുണിയിൽ അരിച്ച് കൊച്ചിന് കൊടുക്കുന്ന ഒരു അമ്മയുടെ ചിത്രം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അന്ന് ഞാൻ വിചാരിച്ചു, ഞാൻ ജയിച്ചാൽ ഈ കുടിവെള്ള ക്ഷാമത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുമെന്ന്. ഞാൻ രണ്ടാമത് MLA ആകുന്നതിന് ഒരു മാസം മുമ്പ് 2.5 ലക്ഷം പേർക്ക് 30 വർഷക്കാലത്തേക്ക് കുടിവെള്ള പ്രശ്നം ഇല്ലാത്ത ഒരു വലിയ പ്രോജക്റ്റ് വാട്ടർ അതോറിറ്റിയുടെ ചരിത്രത്തിൽ ആദ്യമായി 3 വർഷം കൊണ്ട് സമയബന്ധിതമായി തീർത്ത ആദ്യത്തെയും അവസാനത്തെയും പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്തിട്ടാണ് മത്സരിക്കാൻ പോയത്. ഞാൻ അത് ചെയ്തത് എങ്ങനെയാണ് എന്ന് പുസ്തകം എഴുതണമെന്ന് ഞാൻ എഴുതാനുള്ള ഒരു പ്രശ്നം കാരണമാണ് എഴുതാത്തത്. ഒരു വലിയ അനുഭവമാണ്. നമ്മൾ വേണമെന്ന് നമ്മൾ തീരുമാനിച്ചാൽ, നമ്മളൊരു കമ്മിറ്റ്മെൻറ്റോട് കൂടി നമ്മൾ മുന്നോട്ട് പോയാൽ, നമുക്കൊരു വിഷൻ നമുക്കുണ്ടായാൽ, നമുക്ക് ലക്ഷ്യബോധം നമുക്കുണ്ടായാൽ നമുക്കത് ചെയ്യാൻ കഴിയും. അതിനുള്ള ഉത്സാഹമാണ് സഹപ്രവർത്തകരിലേക്ക് എനർജി പകർന്നു കൊടുത്ത് തളർന്നു പോവാതെ. പ്രതിസന്ധികളുണ്ടാവും, ഇഷ്ടം പോലെ വെല്ലുവിളികളെ നമ്മൾ നേരിടേണ്ടി വരും അല്ലേ? വെല്ലുവിളികൾ നേരിടുമ്പോൾ പിന്തിരിഞ്ഞോടാതെ തളർന്നു പോകാതെ ലക്ഷ്യത്തിലേക്കുള്ള കുതിപ്പുമായി നമുക്ക് മുന്നോട്ട് പോകണം. തടസ്സങ്ങൾ ഇല്ലാതാവും, ഉരുകി ഒലിച്ചു പോകും തടസ്സങ്ങൾ. നമ്മൾ ഒരു ടൈം കഴിഞ്ഞാൽ, ഒരു പീരീഡ് കഴിഞ്ഞാൽ നമുക്കങ്ങ് നന്നായിട്ട് പോകാൻ പറ്റും. നമ്മുടെ ലക്ഷ്യം വളരെ വലുതായിരിക്കണം. അപ്പോൾ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാൻ അല്ലേ, ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാൻ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ എല്ലാ മേഖലകളിലും ഉള്ളവരെ പ്രാപ്തരാക്കുകയും അറിവിൻ്റെ പിൻബലം കൊടുത്ത് അവർക്ക് ആത്മവിശ്വാസം വളർത്തിയെടുക്കുകയും ചെയ്യണം. അതാണ് ഭാവിയെക്കുറിച്ചുള്ള എൻ്റെ ഒരുപാട് സ്വപ്നങ്ങളിൽ ചിലത് മാത്രം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. എനിക്ക് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയുന്നതിലുള്ള സന്തോഷം ഞാൻ ഒരിക്കൽ കൂടി ഇവിടെ പ്രകടിപ്പിക്കുന്നു. മീഡിയ വൺ ഇങ്ങനെ ഒരു മനോഹരമായ ഒരു പരിപാടി നടത്തി ഈ സായാഹ്നത്തെ മനോഹരമാക്കിയതിന്, ഗംഭീരമാക്കിയതിന് ഞാൻ അവരോട്, അതിൻ്റെ മാനേജ്മെൻറ്റിനോട് പ്രത്യേകമായ നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. Thank you, sir, for that very empowering speech, and thank you for officially inaugurating the Media One Future Summit Kochi 2023. And now, may I invite Mr. Mujib Rahman, the Vice Chairman, Media One, and request to hand over a memento to Mr.